കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ക്രിമിനൽ സംഘങ്ങൾ പഴയതിനേക്കാൾ അപകടകാരികളാണ്. ഗുണ്ടാ സംഘങ്ങളും ലഹരി മാഫിയയും സെക്സ് റാക്കറ്റുകളും അരങ്ങുവാഴുന്ന നാട്. മോഡലിംഗിൻ്റെ മറവിൽ നടക്കുന്ന മനുഷ്യക്കടത്തും പെൺവാണിഭ ഇടപാടുകളും. കൊച്ചിയിൽ നിന്ന് മലയാളി യുവതികളെ ദുബായിലെത്തിച്ച് ലഹരി നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിന് പിന്നിൽ ഗുണ്ടാ ലഹരി സംഘങ്ങൾക്കും ബന്ധമുണ്ടോ? കേസിലെ മുഖ്യപ്രതികളായ മോഡൽ അലീനയ്ക്കും സിന്ധുവിനും പിന്നിൽ ആരാണ്? ഇവർ രാജ്യാന്തര സെക്സ് റാക്കറ്റിൻ്റെ കണ്ണികളാണോ? ഈ കേസിനൊപ്പം കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൻ്റെ വഴിത്തിരിവും, കാട്ടാക്കടയിൽ യുവതിയുടെ ദുരൂഹമരണവും, പാലക്കാട് അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊച്ചിയിലും ദുബായിലുമായി വ്യാപിച്ചു കിടക്കുന്ന വൻ സെക്സ് റാക്കറ്റ് സംഘം. ഇതിന് പിന്നിൽ ഗുണ്ടാ ലഹരി മാഫിയയുടെ സ്വാധീനം, മോഡലിംഗിൻ്റെ മറവിൽ ഇരകളെ വീഴ്ത്തുന്ന രീതി, പിന്നീട് കൊച്ചിയിൽ നിന്ന് യുവതികളെ ദുബായിലെത്തിച്ച് ലഹരി നൽകി പീഡനം, മോഡലിംഗിൻ്റെയും ബ്യൂട്ടി പാർലർ ജോലികളുടെയും മറവിൽ യുവതികളെ വിദേശത്തേക്ക് കടത്തി അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റിന് കാഴ്ചവെച്ച സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഫാഷൻ ഷോ നടത്തുന്നതിനായി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചാണ് കേസിലെ മുഖ്യപ്രതി അലീന പെൺകുട്ടികളെ വലയിലാക്കിയിരുന്നത്. മോഡലിംഗിൻ്റെ പേരിൽ നടന്ന ലൈംഗിക ചൂഷണ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന് രൂപം നൽകി. കൊച്ചി DCP അശ്വതി ജിജുയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. കേസിൽ 3 യുവതികളെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പീഡനത്തിന് ഇരയായ 3 പേരാണ് മരട് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. സെക്സ് റാക്കറ്റ് സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ മോഡലും ബ്യൂട്ടീഷ്യനുമായ യുവതി നൽകിയ പരാതിയിൽ 1 മാസം മുമ്പ് മരട് പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ഇതിനു പിന്നാലെ 2 പേർ കൂടി പരാതി നൽകി. ദുബായിൽ വെച്ച് നടക്കുന്ന ഫാഷൻ ഷോയിലേക്ക് മോഡലുകളെ തിരഞ്ഞെടുക്കുന്നു എന്ന് കാട്ടി കഴിഞ്ഞ ജനുവരിയിൽ പ്രതി അലീന സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയിരുന്നു. ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. പോപ്പുലർ ഫാഷൻ ഡയറക്ടർ, കൊറിയോഗ്രാഫർ, ഗ്രൂമറായ ഡാലി കൃഷ്ണദാസാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പറഞ്ഞൊരു താല്പര്യം ഉണ്ടാവില്ലേ? എന്നാൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തോളൂ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ റാമ്പ് വാക്ക് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഹറി അപ്പ്, സ്റ്റേ ട്യൂൺ. ബൈ. സെലിബ്രിറ്റികളെ ഉപയോഗിച്ചും അലീന പരസ്യം നൽകിയിരുന്നു എന്നും വിവരമുണ്ട്. ഇത്തരത്തിൽ ദുബായിലെത്തിച്ച മോഡലുകളെയാണ് അലീനയും സംഘവും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. തിരുവനന്തപുരം പോങ്ങുവിള സ്വദേശി മോഡലുമായ അലീന എബ്രഹാം, ഗുരുവായൂർ സ്വദേശി ടോയ്സി എന്ന സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ ഇപ്പോൾ റിമാൻഡിലാണ്. നിലവിൽ ദുബായിലുള്ള 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. 1-ാം പ്രതി പിന്നെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് നമുക്ക് LOC ഒക്കെ ഇട്ടത് കൊണ്ട് മുംബൈ എയർപോർട്ടിലിருந்து കിട്ടി. ഇപ്പം 3 പ്രതികൾ നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. ഇത് ഡീറ്റെയിൽ അന്വേഷണം ചെയ്തിട്ട് നമുക്ക് ശക്തമായിട്ട് പോകാം. ഒരു SIT DCP 1 അശ്വതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എല്ലോ റിക്വസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ DCPക്ക് തന്നെ ഡയറക്റ്റായിട്ട് അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ വനിതാ സെല്ലുടെ SHO നമ്പർ ഞാൻ കൊടുക്കാൻ കൺഫേം പ്ലീസ്. സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ സത്യമായിട്ടുള്ളത് പറഞ്ഞെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കോൺഫിഡൻഷ്യലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു റാക്കറ്റ് കംപ്ലീറ്റ് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യും. അവർ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് മനസ്സിലായത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സ്ത്രീ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായത്. ദുബായിലെത്തിക്കുന്ന മോഡലുകളെ ഹോട്ടലുകളിൽ കൊണ്ടുചെല്ലുകയും ശീതളപാനീയത്തിലോ ബലമായോ ലഹരി മരുന്ന് നൽകി ബോധരഹിതരാക്കിയ ശേഷം ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുന്നതാണ് സംഘത്തിന്റെ രീതി. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി തുടർച്ചയായി പീഡനത്തിന് ഇരയാക്കും. ഇത്തരത്തിൽ ഒട്ടേറെ പേരാണ് സംഘത്തിന്റെ വലയിലുള്ളതെന്നാണ് വിവരം. ജോലി വാഗ്ദാനം ചെയ്ത വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരെയും സംഘം കെണിയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന സൂചനയുമുണ്ട്. അറസ്റ്റിലായ അലീനയുടെ മരടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം.
അലീന തിരഞ്ഞെടുക്കുന്ന മോഡലുകളുടെ വിസ നടപടികൾ പൂർത്തിയാക്കി ദുബായിലെത്തിക്കുന്നത് ടോയ്സിയാണ്. പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ മുംബൈ വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് അറസ്റ്റിലാകുന്നത്. സർക്കുലർ ഉള്ളതിനാൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള അലീനയ്ക്കെതിരെ വേറെയും കേസുകൾ നിലവിലുണ്ട്. കൊച്ചിയിലെ ഒരു ഗുണ്ടാ നേതാവിൻ്റെ അടുത്ത കൂട്ടാളി കൂടിയാണ് അലീന. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവം ആസൂത്രിത കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ? അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് നടുവണ്ണൂരിൻ്റെ പമ്പിൽ നിന്ന് എന്തിനാണ് സോന പെട്രോൾ വാങ്ങിയത്? തീപിടുത്തം ആസൂത്രിതമെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. മരിച്ച സോനയെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അപകടത്തിന് മുൻപ് പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയത് സോന തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. വാഹനത്തിന് തകരാറല്ല തീപിടുത്തത്തിന് കാരണമെന്ന് പരിശോധനയിൽ വ്യക്തമായി. നിർണായക CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്കിൽ കാർ കത്തി ഗർഭിണിയായ സോന മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ വർദ്ധിപ്പിച്ചാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ. നടുവണ്ണൂരിലെ പെട്രോൾ പമ്പിൽ നിന്നുള്ള നിർണായക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. സംഭവ ദിവസം ഒരു സ്ത്രീ പമ്പിലെത്തി കന്നാസിൽ പെട്രോൾ വാങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ മരിച്ച സോന തന്നെയാണെന്ന് പോലീസ് ബന്ധുക്കളെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് ഇതുവരെ ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പെട്രോൾ വാങ്ങിയത് ആരുടെയെങ്കിലും നിർബന്ധപ്രകാരമാണോ എന്നതിലും അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. അപകടം നടന്ന ദിവസം മാതൃ സഹോദരിയുടെ മകൾ അശ്വതിക്കൊപ്പം സോന ഷോപ്പിങ്ങിന് പോയിരുന്നു. സാധനങ്ങൾ വാങ്ങാൻ ഇരുവരും വ്യത്യസ്ത കടകളിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ സോന എന്താണ് വാങ്ങിയതെന്ന് അറിയില്ലെന്നാണ് അശ്വതിയുടെ മൊഴി. പിന്നീട് ഭർത്താവ് രജിൻലാൽ അശ്വതിയുടെ വീട്ടിലെത്തി സോനയെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് ദുരന്തം. കാറിന്റെ ഉൾവശം മാത്രമാണ് കത്തിയത് എന്ന കാര്യം തുടക്കം മുതലേ സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാറിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീവെച്ചതാണെന്ന സൂചന ഫോറൻസിക് പരിശോധനയിൽ പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കാർ ഓടിച്ചിരുന്ന ഭർത്താവ് രജിൻലാൽ ഗുരുതരമായി പൊള്ളലേറ്റ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാർ ഓടിക്കൂടിയാണ് തീകെടുത്തിയത്. രജിൻലാലിന് വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞെങ്കിലും പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്ന സോനയെ രക്ഷിക്കാനായില്ല. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. പ്രസവാനന്തരം സ്ത്രീകൾ നിരവധിയായ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രസവശേഷം ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന കടുത്ത സങ്കടവും നിരാശയും, കുഞ്ഞിനെ നോക്കാൻ കഴിയുമോ എന്ന ഭയം, അകാരണമായ ദേഷ്യം, ഉറക്കമില്ലായ്മ എന്നിവ ചെറിയ പ്രശ്നങ്ങളല്ല സൃഷ്ടിക്കുന്നത്. ആ സമയം വീട്ടുകാരുടെ, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ കരുതലും പിന്തുണയും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതം തന്നെ കൈവിട്ടു പോകാം. തിരുവനന്തപുരം കാട്ടാക്കടയിലെ റോഷ ആൽബി എന്ന യുവതി 10 ദിവസം മുൻപാണ് പ്രസവിച്ചത്. അതിനുശേഷം സ്വന്തം വീട്ടിലായിരുന്ന യുവതി എന്തിനാണ് തൂങ്ങി മരിച്ചത്? റോഷിയുടെ മരണത്തിൽ പല ദുരൂഹതകളുമുണ്ട്. 37കാരിയുടെ മരണത്തിൽ അനാഥരായ 2 കൈക്കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ വേദന. പൂവച്ചൽ സ്വദേശികളായ ആൽബി, ഉഷാകുമാരി ദമ്പതികളുടെ മകളാണ് 37കാരിയായ റോഷ. പത്തനംതിട്ട റാന്നി സ്വദേശി ജോമോനാണ് ഭർത്താവ്. 10 ദിവസം മുൻപാണ് റോഷ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ദമ്പതികൾക്ക് മൂത്ത ഒരു പെൺകുട്ടിയുമുണ്ട്.
തിങ്കളാഴ്ച പകൽ വസ്ത്രങ്ങളെല്ലാം അലക്കി വൃത്തിയാക്കിയ ശേഷം റോഷ ഭർത്താവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷം മുറിയിൽ കയറി വാതിലടച്ചു. രാത്രിയായിട്ടും പുറത്തു വരാതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കൾ വാതിലിന്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കട്ടിലിൽ കിടന്ന് മൊബൈൽ നോക്കുന്നതായി കണ്ടിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെ വാതിലിൽ തട്ടി വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. സംശയം തോന്നിയ ബന്ധുക്കൾ എയർ ഹോളിലൂടെ നോക്കിയപ്പോഴാണ് മുറിക്കുള്ളിലെ തൊട്ടിൽ ക്ലാമ്പിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി നിൽക്കുന്ന നിലയിൽ റോഷയെ കണ്ടത്. ഉടൻ തന്നെ ബന്ധുക്കൾ വാതിൽ പൊളിച്ച് അകത്ത് കയറിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രണ്ടാമത്തെ പ്രസവവുമായി ബന്ധപ്പെട്ട് സ്വന്തം വീട്ടിലെത്തിയതായിരുന്നു റോഷ. എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലെ നഴ്സാണ് ഭർത്താവ് ജോമോൻ. RDO സ്ഥലത്തെത്തിയ ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. എല്ലാ കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതേയുള്ളൂ പല വീടുകളിലെയും പ്രശ്നങ്ങൾ. പക്ഷേ ഇവിടെ സ്ഥിതി മറിച്ചാണ്. ചെറിയ തർക്കങ്ങൾ പോലും അക്രമത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്ന കാഴ്ച. കൊല്ലം കൊട്ടാരക്കരയിൽ കുടുംബ തർക്കത്തിനിടെ ഭാര്യയെയും മരുമകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടു. കൊട്ടാരക്കര സ്വദേശി അലക്സാണ്ടറിൻ്റെ ആക്രമണത്തിൽ മരുമകൾ ജിൻസിയുടെ കൈപ്പത്തി അറ്റുപോയി. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടറിൻ്റെ സ്വഭാവദൂഷ്യവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കൊട്ടാരക്കര കിഴക്കേ തെരുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കുടുംബവഴക്കിനെ തുടർന്ന് ഗൃഹനാഥൻ അലക്സാണ്ടർ ഭാര്യ സാറാമ്മയെയും മരുമകൾ ജിൻസി ജോണിനെയും വെട്ടി. ആക്രമണത്തിൽ ജിൻസിയുടെ വലത് കൈപ്പത്തി അറ്റുപോയി. സാറാമ്മയുടെ ശരീരത്തിലും ഗുരുതര വെട്ടേറ്റു. രക്തത്തിൽ കുതിർന്ന ഇരുവരെയും നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അലക്സാണ്ടറും ഭാര്യയുമായി ഏറെ നാളായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും പോലീസ് പറയുന്നു. അലക്സാണ്ടറുടെ സ്വഭാവ ദൂഷ്യത്തെ ചൊല്ലി തർക്കങ്ങൾ വീട്ടിൽ പതിവായിരുന്നു. ഇന്നലെ രാത്രി ഭാര്യ സാറാമ്മയും മരുമകൾ ജിൻസിയും തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് അലക്സാണ്ടർ പ്രകോപിതനായത്. തുടർന്ന് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന വളഞ്ഞ മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. വിവരം ലഭിച്ച ഉടൻ കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ അലക്സാണ്ടർ കുറ്റം സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. കുട്ടിക്കാലത്ത് മക്കളെ അകാരണമായി വഴക്ക് പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ചില മാതാപിതാക്കളുണ്ട്. കുട്ടികളുടെ നന്മയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള കരുതലും അവരുടെ സ്വഭാവ രൂപീകരണവും ലക്ഷ്യമിട്ടാണ് പലരും കുഞ്ഞുങ്ങളെ ശകാരിക്കുന്നതെന്ന് പറയുന്നു. ഇതോടൊപ്പം മാതാപിതാക്കളുടെ മാനസിക സമ്മർദ്ദം ഒരു പരിധിവരെയും കാരണമാകാറുണ്ട്. എന്നാൽ ഇത് മക്കളുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കാം. അച്ഛനമ്മമാരുടെ പകയും വിദ്വേഷവും ഉണ്ടാകാൻ കാരണമാകാം. പാലക്കാട് ചിറ്റിലഞ്ചേരിയിലെ സുനിൽ എന്ന ചെറുപ്പക്കാരന് അച്ഛനോട് തീർത്താൽ തീരാത്ത പകയായിരുന്നു. വലുതായി കഴിഞ്ഞപ്പോൾ ആ പക വളർന്നു. ഒടുവിൽ വീട്ടിലെ കലഹത്തിനിടെ അയാൾ അച്ഛൻ മുത്തുവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. കേസിൽ പ്രതി സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മെയ് 13-നാണ് ചിറ്റലഞ്ചേരിയിലെ വീട്ടിൽ കലഹം തുടങ്ങുന്നത്. രാവിലെ സഹോദരി അച്ഛൻ വഴക്കു പറഞ്ഞതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ്. ആ വാക്കുതർക്കം പിന്നീട് അക്രമമായി മാറുന്നു. തർക്കത്തിനിടെ മകൻ സുനിൽ കൈക്കൊട്ടുകൊണ്ട് അച്ഛനെ വെട്ടുകയായിരുന്നു. വെട്ടേറ്റ മുത്തുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു.
തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മരണം. വധശ്രമവുമായി ബന്ധപ്പെട്ട് സുനിലിനെ വീട്ടിൽ വെച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. 35-കാരനായ സുനിൽ നിലവിൽ റിമാൻഡിലാണ്. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ അച്ഛൻ മുത്തുവും സുനിലും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മക്കൾ ചെറുതായിരുന്ന സമയത്ത് പോലും മുത്തു അവരെ അകാരണമായി വഴക്കു പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് മകൻ സുനിൽ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അച്ഛനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിന്റെ പേരിൽ വീട്ടിൽ പലപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം വാക്കുതർക്കവും പിന്നീട് ആക്രമണവും ഉണ്ടാകുന്നത്. ന്യൂസ് 18 പാലക്കാട്. ക്രിമിനൽ സംഘങ്ങളെ പേടിച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പകലും രാത്രിയും അവർ ആക്രമണം നടത്തുന്നു, ഭീതി വിതയ്ക്കുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ ട്രാൻസ്ജെൻഡർ യുവതിയെ കടന്നു പിടിക്കുകയും കാറിടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലേക്കാണ്. യുവതിയെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ കുപ്രസിദ്ധ കുറ്റവാളി അറസ്റ്റിലായി. പുലാമന്തോൾ സ്വദേശി ഉമ്മർ ഫാറൂഖിനെ വളാഞ്ചേരി പോലീസാണ് പിടികൂടിയത്. വധശ്രമം, ലഹരിക്കടത്തടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഉമ്മർ ഫാറൂഖ്. മലപ്പുറം വളാഞ്ചേരിയിൽ ട്രാൻസ്ജെൻഡർ യുവതിയെ കടന്നുപിടിച്ച് ആക്രമിക്കുകയും പണവും മൊബൈൽ ഫോണും അടക്കം കവർച്ച ചെയ്യുകയും കാറിടിപ്പിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. പുലാമന്തോൾ ചെമ്മല സ്വദേശി മണ്ണേങ്ങൽ കണ്ണംതൊടി ഉമ്മർ ഫാറൂഖ് എന്ന 29-കാരനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഉമ്മർ ഫാറൂഖ് എന്ന് പോലീസ് പറയുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 27-ന് അർദ്ധരാത്രി 12:45ഓടെയായിരുന്നു സംഭവം. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ നിൽക്കുകയായിരുന്ന ട്രാൻസ്ജെൻഡർ യുവതിയാണ് അക്രമത്തിനിരയായത്. ഈ സമയം അതുവഴി കാറിൽ വന്ന പ്രതി ഉമ്മർ ഫാറൂഖ് യുവതിയെ കടന്നുപിടിക്കുകയും ദേഹോപദ്രവമേൽപ്പിച്ച് കൈവശമുണ്ടായിരുന്ന പണമടങ്ങിയ പേഴ്സും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു. തടയാൻ ശ്രമിച്ചപ്പോൾ ട്രാൻസ്ജെൻഡർ യുവതിയുടെ കാലിലൂടെ കാറ് കയറ്റിയിറക്കി. കാലിന്റെ എല്ലുപൊട്ടി ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഭാരതീയ ന്യായസംഹിത പ്രകാരം തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്യൽ, ആക്രമിച്ച് മുറിവേൽപ്പിക്കൽ, കവർച്ച തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഉമ്മർ ഫാറൂഖിനെതിരെ പെരിന്തൽമണ്ണ, പട്ടാമ്പി, കുന്നംകുളം സ്റ്റേഷനുകളിലായി വധശ്രമം, അടിപിടി, ലഹരിക്കടത്ത് അടക്കം നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ക്രിക്കറ്റ് മത്സരങ്ങൾക്കിടെ കളിക്കാർ തമ്മിലുള്ള തർക്കങ്ങളും ഉന്തും തള്ളും ഒടുവിൽ കയ്യാങ്കളി വരെയായി മാറാറുള്ള സംഭവങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഘർഷങ്ങൾ രാജ്യാന്തര തലത്തിലും IPLലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ നാട്ടുംപുറങ്ങളിൽ കൂട്ടുകാർ തമ്മിൽ പരസ്പരം വാക്കുതർക്കവും ഏറ്റുമുട്ടലും ഉണ്ടാകുന്നത് ചിലപ്പോൾ തമാശയായി തോന്നാം. എന്നാൽ കളി കാര്യമായാലാണ് പ്രശ്നം. കാസർഗോഡ് കുമ്പടാജയിലെ ക്രിക്കറ്റ് കളിക്കിടെ ഉണ്ടായ അരുംകൊല ഞെട്ടിപ്പിക്കുന്നതാണ്. കേസിൽ ഒളിവിലായിരുന്ന പ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കുമ്പടാജെ സ്വദേശി സുരേഷിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കർണാടകയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. കുമ്പടാജെ മാർപ്പിനടുക്കയിൽ ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഒളിവിൽ പോയ 2 പ്രതികളെയും ബദിയടുക്ക പോലീസ് പിടികൂടി. മായിലത്തൊട്ടി സ്വദേശി കിരൺ, കരുവാത്തടുക്ക പാലേക്കർ വീട്ടിൽ അഖിലേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെ മാറപ്പിനടുക്ക ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റിന് സമീപത്ത് വെച്ചായിരുന്നു നാടിനെ നടുക്കിയ ക്രൂരമായ കൊലപാതകം നടന്നത്.
കുമ്പടാജെ മാറപ്പിനടുക്ക് സ്വദേശിയും കുമ്പടാജെ സർവീസ് സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായ സുരേഷിനെ പിച്ചാത്തി ഉപയോഗിച്ച് അതിക്രൂരമായി സംഘം കൊലപ്പെടുത്തുകയായിരുന്നു. കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ സുരേഷും പ്രതികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതേ തുടർന്നുണ്ടായ കടുത്ത വ്യക്തിവൈരാഗ്യമാണ് ഒടുവിൽ ആസൂത്രിതമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. സംഭവ സമയത്ത് മാറപ്പിനടുക്ക് ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന സുരേഷിനെ ഒന്നാം പ്രതിയായ കിരൺ പിച്ചാത്തി ഉപയോഗിച്ച് മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് FIR-ൽ പറയുന്നത്. ക്രൂരമായ കൊലപാതകത്തിന് രണ്ടാം പ്രതി അഖിലേഷ് എല്ലാവിധ സഹായങ്ങളും ഒത്താശകളും ചെയ്തു നൽകിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. നെഞ്ചിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച സുരേഷിന്റെ മകൻ B. സുഭാഷ് നൽകിയ പരാതിയിലാണ് പ്രതിയെടുക്ക പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തത്. കൊലപാതകത്തിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയതോടെ പോലീസ് കർണാടകയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. കർണാടകയിലെ പുത്തൂരിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ KSU നേതാക്കളെ മർദ്ദിച്ച പോലീസുകാർക്ക് പണി വരുന്നുണ്ട്. KSU നേതാക്കളെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണം നടത്താൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ആരോപണ വിധേയരായ അനിൽകുമാറിനും സന്ദീപിനുമെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന് സൂചനയുണ്ട്. പ്രതിഷേധക്കാരെ ഡിവൈഎഫ്ഐക്കാരും പോലീസും തെരുവിൽ നേരിട്ടതിനെ രക്ഷാപ്രവർത്തനമെന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ പുനരന്വേഷണം നടത്താൻ SP AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് രൂപം നൽകിയത്. ഷൗക്കത്ത് അലിയെ കൂടാതെ 5 ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. DYSP ബൈജു പൗലോസ് ആയിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. CI ടോൾസൺ, SI-മാരായ ജയകൃഷ്ണൻ, ദീനദയാൽ മല്ലൻ, SR അമൃതരാജ്, ASI രാജേഷ് എന്നിവരാണ് സംഘത്തിലുള്ളത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. ആരോപണ വിധേയരായ അനിൽകുമാറിനും സന്ദീപിനുമെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. നവകേരള സദസ്സിൽ പങ്കെടുക്കാനായി പ്രത്യേക ബസ്സിൽ പോവുകയായിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് മർദ്ദനമുണ്ടായത്. പോലീസുകാർക്ക് പുറമെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും വാഹനത്തിൽ നിന്നിറങ്ങി യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. നിലവിൽ ആലപ്പുഴ MLA ആയ AD തോമസ് ഉൾപ്പെടെയുള്ളവർക്കാണ് അന്ന് മർദ്ദനമേറ്റത്. നവകേരള സദസ്സിനിടെ സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധക്കാരെ ഡിവൈഎഫ്ഐക്കാരും പോലീസും തെരുവിൽ നേരിട്ടു. രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത് പിന്നീട് വലിയ വിവാദമായി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ സന്ദീപ് എന്നിവരെ കുറ്റവിമുക്തനാക്കിയ ക്രൈംബ്രാഞ്ച് നടപടി തള്ളിയ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ പിണറായി സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം VD സതീശൻ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പ്രഖ്യാപിച്ച പ്രധാന തീരുമാനങ്ങളിലൊന്നായിരുന്നു ആലപ്പുഴയിലെ മർദ്ദനത്തിലെ പുനരന്വേഷണം. സംഭവത്തിൽ പുനരന്വേഷണം നടത്തണമെന്ന് നേരത്തെ കോടതിയും ഉത്തരവിട്ടിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷമാണ് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്.
ന്യൂസ് 18 തിരുവനന്തപുരം. കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലെത്തി കവർച്ച, പിന്നീട് ബംഗളൂരുവിൽ ആഡംബര ജീവിതം. പിടിക്കപ്പെടാതിരിക്കാൻ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കില്ല. മേട്ടുപ്പാളയത്തെ കുപ്രസിദ്ധ കള്ളൻ നടരാജൻ്റെ രീതിയാണിത്. കാസർഗോഡ് പൂച്ചക്കാട് പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് 1/2 കോടിയിലേറെ രൂപയുടെ സ്വർണവും പണവും കവർന്ന കേസിലെ അന്വേഷണത്തിലാണ് ഇയാളെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ മേട്ടുപ്പാളയത്തു നിന്ന് അതിസാഹസികമായാണ് പിടികൂടിയത്. ഇയാൾക്കെതിരെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകൾ നിലവിലുണ്ട്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി അബ്ദുൾ മജീദിന്റെ കൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് 1/2 കോടിയിലേറെ രൂപയുടെ സ്വർണവും പണവും കവർന്ന കേസിലാണ് പ്രതി പിടിയിലായത്. ബേക്കൽ ഡിവൈഎസ്പി MP ആസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് നിർണായക തെളിവ് ലഭിച്ചിരുന്നു. കഴിഞ്ഞ 9-ന് ഭാര്യ അലീമയും മക്കളും തൊട്ടടുത്ത തറവാട് വീട്ടിൽ പോയ സമയത്തായിരുന്നു വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയത്. ഷൊർണൂർ കേസിൽ പ്രതി ജയിലിലാണ്. പ്രതിയെ ബേക്കലിലെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. വീടുകളുടെ വാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തുന്നതാണ് നടരാജന്റെ രീതി. കഴിഞ്ഞ ഏപ്രിൽ 16-ന് ഷൊർണൂർ ഗുരുവായൂരപ്പൻ നഗറിലെ വീടിന്റെ പൂട്ട് തകർത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും മോഷ്ടിച്ച കേസിലാണ് നടരാജ് പിടിയിലായത്. നേരത്തെ ഈ കേസിൽ 3 പേർ പിടിയിലായിരുന്നു. ഇവരിൽ നിന്നാണ് മോഷണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ നടരാജനാണെന്ന് മനസ്സിലായത്. കൂട്ടുപ്രതികൾ നൽകിയ വിവരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കേരളത്തിലെത്തി മോഷണം നടത്തിയാൽ പിന്നീട് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടുന്നതാണ് നടരാജന്റെ രീതി. പിടിക്കപ്പെടാതിരിക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. ഇതിനിടയിൽ കോയമ്പത്തൂർ മേട്ടുപ്പാളയത്തിൽ നിന്ന് അതിസാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂരിലെ മോഷണത്തിന് ശേഷം രക്ഷപ്പെട്ട നടരാജൻ വീണ്ടും കേരളത്തിൽ പല മോഷണങ്ങളും നടത്തി. പോലീസിന്റെ വലയിലാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് നടരാജൻ ബേക്കലിൽ കവർച്ച നടത്തിയത്. വാതിൽ കുത്തി തുറന്ന് പ്രതി 45 പവൻ സ്വർണവും 35,000 രൂപയുമാണ് കവർന്നത്. 2 കിടപ്പുമുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവുമാണ് നഷ്ടമായത്. ഇയാൾക്കെതിരെ പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, തൃശൂർ എന്നീ ജില്ലകളിലും കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലുമായി 30-ലധികം കേസുകൾ നിലവിലുണ്ട്. ഷൊർണൂർ പോലീസ് വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് ഷൊർണൂരിലെത്തി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. പൂട്ടിയിട്ട വീടിന്റെ മുൻവാതിൽ പിക്കാസ് ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ലഹരിക്കടത്തിൻ്റെ പ്രധാന ഇടനാഴിയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന മയക്കുമരുന്നും കഞ്ചാവും ഇവിടെ എത്തിച്ചാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതോടെ പോലീസും എക്സൈസും ഇവിടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുകയായിരുന്ന ട്രെയിനിൽ നിന്ന് 14 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. കോതമംഗലത്ത് നടത്തിയ പരിശോധനയിൽ ഉണക്ക കഞ്ചാവുമായി അസം സ്വദേശിയും പിടിയിലായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിലെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ സീറ്റിനടിയിൽ ബാഗിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെടുത്തത്. ബാഗിനുള്ളിൽ 7 പൊതികളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. റെയിൽവേ പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്നാണ് പോലീസ് പറയുന്നത്. 14 കിലോ കഞ്ചാവാണ് കണ്ടെടുത്തത്. ഷൊർണൂർ റെയിൽവേ SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്ന് അനിൽ മാത്യു അറിയിച്ചു.
കോതമംഗലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് MP-യുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലും കഞ്ചാവ് പിടിച്ചു. പല്ലാരിമംഗലത്ത് പുലിക്കുന്നേപ്പടി കരയിൽ വച്ചാണ് അസം സ്വദേശി ദിൽദർ ഹുസൈൻ 1.200 കിലോഗ്രാം ഉണക്ക കഞ്ചാവുമായി പിടിയിലായത്. അസമിൽ നിന്നും എത്തിച്ച കഞ്ചാവ് അന്യസംസ്ഥാന തൊഴിലാളികൾ മുഖേന വിറ്റഴിക്കുന്നതിനായി എത്തിയപ്പോഴാണ് പ്രദേശവാസികളുടെ സഹായത്തോടുകൂടി പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 പട്ടാമ്പി, കോതമംഗലം. പൊതുനിരത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷവും കയ്യാങ്കളിയും ഇപ്പോൾ നിത്യസംഭവമാണ്. ബസ്സുകളുടെ മത്സരയോട്ടവും സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുമാണ് പലപ്പോഴും ഏറ്റുമുട്ടലിന് കാരണമാകുന്നത്. തിരൂരിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു. സമയത്തിന് മുൻപേ ഒരു ബസ് ആളെ കയറ്റി പോയതാണ് തർക്കത്തിനിടയാക്കിയത്. ഇതേ ചൊല്ലി ഇരു ബസ്സുകളുടെയും ജീവനക്കാർ തമ്മിലടിക്കുകയായിരുന്നു. സംഘർഷത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈ മാസം 15-നാണ് തിരൂർ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലടിച്ചത്. സമയത്തിനു മുന്നേ ആളെ കയറ്റി ബസ് പോയത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഇതേ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. മറ്റു ബസ്സുകളിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് ഇവരെ പിടിച്ചുമാറ്റി സംഘർഷം അവസാനിപ്പിച്ചത്. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ആദ്യം പോകേണ്ട ബസ് ട്രാക്കിൽ കിടക്കുമ്പോൾ മറ്റൊരു ബസ് അവരുടെ നിശ്ചിത സമയത്തിനു മുന്നേ സ്റ്റാൻഡിലെത്തി ആളെ കയറ്റി പോകാൻ ഒരുങ്ങിയിടത്തു നിന്നാണ് തർക്കത്തിന്റെ തുടക്കം. ആദ്യം പോകേണ്ടിയിരുന്ന ബസ്സിലെ ജീവനക്കാരൻ ഇത് ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിൽ തർക്കവും വാക്കേറ്റവും ഉണ്ടായി. ഇത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. മെയ് 15-ന് നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തുവന്നത്. പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇരുവിഭാഗത്തിനും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തില്ല. ന്യൂസ് 18 തിരൂർ. ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരായി ആരെങ്കിലും ഉണ്ടോ? മനുഷ്യരായതുകൊണ്ട് കുറ്റവും കുറവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് തിരുത്താൻ തയ്യാറാകാത്ത ചില ആളുകളുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്തവർ, വിട്ടുവീഴ്ച ചെയ്യാത്തവർ. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് അംഗീകരിക്കാനും സ്വയം തിരുത്താനും ശ്രമിക്കണം. നമ്മളെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാനും അവരെ മനസ്സിലാക്കാനും കഴിയുന്ന ചില നല്ല മനുഷ്യരുണ്ട്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ തെറ്റുപറ്റിയെങ്കിൽ ഒന്ന് തിരുത്തി നോക്കിക്കേ. എല്ലാവരോടും ഒന്ന് ക്ഷമിച്ചേ. ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടാകുന്നു. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.